വെസ്റ്റ് ഡൽഹിയിലും ബി ജെ പി ലീഡ് ചെയ്യുന്നു. സൗത്ത് വെസ്റ്റ് ഡൽഹി ഒപ്പം തന്നെ നജഫ്ഗഡ് ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ട് ആദ്യ ലീഡ് ബി ജെ പിക്ക് രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള ആദ്യ സൂചനകൾ വരുന്നത്. എന്തായാലും ആദ്യ ട്രെൻഡ് എന്ന് പറയുന്ന ആദ്യ സൂചന എന്ന് പറയുന്ന ബി ജെ പിക്ക് അനുകൂലമായി മാറുകയാണ്. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ് ന്യൂഡൽഹിയിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ, അവിടെ പർവേഷ് വർമ്മ ലീഡ് ചെയ്യുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കേജ്രിവാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ന്യൂഡൽഹിയിൽ ഇപ്പോൾ ഏതായാലും ആദ്യ ലീഡ് ബി ജെ പിക്ക് ആവേശകരമായ മുന്നേറ്റമാണ് ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണ് എന്നുള്ളതാണ്. അരവിന്ദ് കേജ്രിവാൾ 3 സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. 3 സീറ്റായിട്ട് ബി ജെ പിയുടെ ലീഡ് ഉയർന്നിരിക്കുകയാണ്. മനീഷ് സിസോദിയയും പിന്നിൽ, ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മദ്യനയ കേസിലെ പ്രതി മനീഷ് സിസോദിയയും പിന്നിലാണ്. 3 സീറ്റിലും ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ, ബി ജെ പിയുടെ പർവേഷ് വർമ്മ മുന്നിൽ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ആം ആദ്മി പാർട്ടിയുടെ 2ാമത്തെ പ്രമുഖ നേതാവ് പിന്നിൽ. അവിടെയും ബി ജെ പി ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ 3 സീറ്റുകളിലും ലീഡ് ബി ജെ പിക്ക് കിട്ടുകയാണ്. ആദ്യ ഫലസൂചന ബി ജെ പിക്ക് അനുകൂലമായി വരികയാണ്. 2015-ലെയും 2020-ലെയും ട്രെൻഡ് അല്ല. 2025-ൽ ബി ജെ പിയുടെ ലീഡ് 3 സീറ്റുകളായി കുറഞ്ഞിരിക്കുകയാണ്. മനീഷ് സിസോദിയയും പിന്നിൽ, അരവിന്ദ് കേജ്രിവാൾ ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി മുന്നിൽ, അല്ലെ 3 സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. അതിൽ 3 സീറ്റ് എന്ന് പറയുന്നത് ഒന്ന് ന്യൂഡൽഹി, ഒന്ന് നജഫ്ഗഡ്, 2 സിസോദി മത്സരിക്കുന്ന ജംഗ്പുര. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ 4 സീറ്റിലെ ഫലസൂചനകൾ വരുമ്പോൾ അതിൽ 3 സീറ്റിൽ ബി ജെ പി, ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി, 3 സീറ്റിൽ ബി ജെ പി, ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി. ഏറ്റവും പ്രധാനം ആ 3 സീറ്റിൽ 2 VIP സീറ്റുകളാണ്. ഒന്ന് ന്യൂഡൽഹി മണ്ഡലം, അവിടെ അരവിന്ദ് കേജ്രിവാൾ പിന്നിൽ, പർവേഷ് വർമ്മ ബി ജെ പി മുന്നിൽ. ജയ്പൂരയിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പിന്നിൽ. അങ്ങനെ 2 VIP സീറ്റുകളിലും ആം ആദ്മി പാർട്ടി പിന്നിലാണ്. ഈ 4 സീറ്റുകളിലെ സൂചന വന്നതിൽ 2 സീറ്റുകൾ ബി ജെ പിക്ക് അധികമായി മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകളാണ് അല്ലെ. കഴിഞ്ഞ തവണ ഈ 2 സീറ്റുകളും ബി ജെ പി തോറ്റ സീറ്റുകളാണ്. അവിടെയാണ് ബി ജെ പി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഒരു സീറ്റ് ബി ജെ പി നിലനിർത്തിയിരുന്ന സീറ്റാണ്, അവിടെ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് 2 സീറ്റുകളുടെ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സീറ്റിൽ മാത്രം ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. ഈ 4 സീറ്റുകളിൽ 3ഇടത്തും കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിയായിരുന്നു ലീഡ് ജയിച്ചിരുന്നത്. മാത്രമല്ല പുതിയ ലീഡ് വരുന്നു. ബുരാരിയിൽ അവിടെ വീണ്ടും ആം ആദ്മി പാർട്ടി ലീഡ് നേടുന്നു. ആം ആദ്മി പാർട്ടി 2 മണ്ഡലങ്ങളിൽ ലീഡ് നേടുന്നു എന്നതാണ് സാഹചര്യം. നിലവിലെ ലീഡ് നില പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. 5 മണ്ഡലങ്ങളുടെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 2ഇടത്ത് ആം ആദ്മി പാർട്ടി എന്നതാണ്. 2-3 ആം ആദ്മി പാർട്ടി 2, ബി ജെ പി 3. യെസ്, വീണ്ടും ലീഡ് നില മാറുന്നു. 6 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരികയാണ്. അവിടെ ബി ജെ പി 4ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. ആർ കെ പുരത്ത് അനിൽകുമാർ ശർമ്മ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. ആദ്യ ഫലസൂചനകൾ തീർച്ചയായും ബി ജെ പിക്ക് അനുകൂലമാണ്. 4 സീറ്റുകളിൽ ബി ജെ പി 4 സീറ്റുകളിൽ ലീഡ്, ആം ആദ്മി പാർട്ടി 2 സീറ്റുകളിൽ ലീഡ്. 4-2. ഈ 4 സീറ്റുകളും ബി ജെ പിക്ക് പ്ലസ് ആണ്. ഈ 4 സീറ്റുകളും കഴിഞ്ഞ തവണ ബി ജെ പി തോറ്റ മണ്ഡലങ്ങളാണ് സജിത്ത് അല്ലെ. 4 സീറ്റും ബി ജെ പി തോറ്റ മണ്ഡലങ്ങളാണ്. അവിടെയാണ് 4ഇടത്ത് ലീഡ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ന്യൂഡൽഹി മണ്ഡലത്തിലെ അരവിന്ദ് കെജ്രിവാളിനെ പിന്നിലാക്കിക്കൊണ്ടുള്ള ഈ നീക്കം തന്നെ ചില സൂചനകൾ നൽകുന്നു എന്നതാണ് ബി ജെ പി ക്യാമ്പുകൾ പങ്കുവയ്ക്കുന്നത്. ശരിയുമാണ്. സിസോദിയ പിന്നിൽ, കേജ്രിവാൾ പിന്നിൽ, 2ഉം കൃത്യമാണ്. സിസോദിയ പിന്നിൽ, കേജ്രിവാൾ പിന്നിൽ, 2 പേരും പിന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 6 സീറ്റുകളിലെ ഫലം അറിയും. ഫലസൂചനകൾ വരുമ്പോൾ 4ലും ബി ജെ പി, 4ഇടത്തും ബി ജെ പിയുടെ പ്ലസ് ആണ്. കാരണം 4ഇടത്തും ബി ജെ പി 7ഇടത്തേക്ക് വരുന്നു. ബി ജെ പിയുടെ ലീഡ് നില ഉയരുന്നു. 5ഇടത്ത് 7 മണ്ഡലങ്ങളിൽ ലീഡ് നില പുറത്തു വരുമ്പോൾ 5ഇടത്തും ബി ജെ പി ആണ് ഇപ്പോൾ വരുന്നത്. വീണ്ടും മാറുന്നു. 8 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി 3ഇടത്തും മറ്റ് 5ഇടത്തും ബി ജെ പിയും എന്നതാണ് നിലവിലെ സാഹചര്യം. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. 5ഇടത്ത് ബി ജെ പി, 3ഇടത്ത് ആം ആദ്മി പാർട്ടി. ആ 5ഇടത്തും ബി ജെ പിക്ക് പ്ലസ് ആണ്. 5ഇടത്തും ബി ജെ പി തോറ്റ മണ്ഡലങ്ങളാണ്. അവിടെയാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിൽ ന്യൂഡൽഹി മണ്ഡലവും ജഗ്പുര മണ്ഡലം ഉൾപ്പെടുന്നു. അരവിന്ദ് കേജ്രിവാളും സിസോദിയും പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 5-3 വീണ്ടും മാറുന്നു സാഹചര്യം. പുതിയ ലീഡ് വരുന്നത് സതീഷ് ജെയിൻ
ചാന്ദ്രി ചൌക്കിൽ സതീഷ് ജയൻ BJP ലീഡ് ചെയ്യുന്നു എന്നാണ് സാഹചര്യം. നിലവിലെ ചിത്രം ഇങ്ങനെയാണ്. 9 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുമ്പോൾ BJPക്ക് വലിയ ആധിപത്യം. ആം ആദ്മി പാർട്ടി 3 മണ്ഡലങ്ങളിൽ മാത്രം ലീഡ് ചെയ്യുന്നു. അതായത് 6-3 എന്നുള്ളതാണ്. അവിടെയും ലീഡ് BJPക്ക് 6ഇടത്ത് 3ഇടത്ത് ആം ആദ്മി പാർട്ടിക്ക്. ഡൽഹി ഒരു ഭരണമാറ്റത്തിലേക്ക് പോവുകയാണ്. മാറുന്നു മഞ്ജുഷ. 10 മണ്ഡലങ്ങളുടെ ലീഡ് നില. ലക്ഷ്മി നഗറിലും അവിടെ ആം ആദ്മി പാർട്ടിയാണ് ലീഡ് നില. 6-4 എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ആം ആദ്മി പാർട്ടിയും BJPയും മാത്രം ചിത്രത്തിൽ. ലക്ഷ്മി നഗർ നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് BJPയുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുകയാണ്. ചാന്ദ്രി ചൌക്കിൽ സതീഷ് ജെയിൻ ലീഡ് ചെയ്യുകയാണ്. 6-4 എന്നുള്ളതാണ്. 6 സീറ്റിൽ BJP, 4 സീറ്റിൽ ആം ആദ്മി പാർട്ടി. ടൈറ്റ് ഫൈറ്റ് ആണ് തുടക്ക സമയത്ത്. 6-4 BJP ലീഡ് ചെയ്യുന്നു. മാറുന്നു. 11 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുമ്പോൾ രോഹിണി മണ്ഡലത്തിൽ വിജേന്ദ്ര ഗുപ്ത BJP ലീഡ് ചെയ്യുന്നു. അതാണ് ചിത്രം. രോഹിണി നിലവിൽ സിറ്റിംഗ് സീറ്റാണ് BJPയുടെ. വിജയം